ഹായ് ഹലോ എമീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു നല്ലൊരു ഹാപ്പി വിഷു, അതുപോലെ തന്നെ അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ നേരുവാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോയും കാണുന്നവർക്കും പ്ലാന്റ്സ് മേടിക്കുന്നവർക്ക് നമ്മൾ അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, DAP ഫെർട്ടിലൈസറും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പ്ലാന്റും ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കോംബോ മേടിക്കുന്നവർക്ക്. അതുകൊണ്ട് മിസ് ചെയ്യാതെ ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കോംബോ എങ്കിലും മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് തന്നെ വേറൊരു കാര്യം കൂടി പറയുകയാണ്. സ്പീഡ് പോസ്റ്റും DTDC കൊറിയറുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ സ്പീഡ് പോസ്റ്റിൽ ഓർഡർ ചെയ്യാവുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ DTDCയിലേ ഓർഡർ തരാവുള്ളൂ. അതാണ് സേഫായിട്ട് പ്ലാന്റ്സ് കിട്ടുന്നത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഈ കാണുന്ന ഹൈബ്രിഡ് ബോൾസത്തിൻ്റെയാണ് കോംബോ വരുന്നത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്, വലിയ പൂക്കളുള്ളതാണ്. അതുപോലെ വെരിഗേറ്റഡ് തന്നെ നമുക്കൊരു 4 ഷെയ്ഡ്സ്, ഡബിൾ ഷെയ്ഡ്സ് ഒരു 8 കളറോളം വരുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ കളേഴ്സും നമുക്കൊരു 5-6 ഷെയ്ഡ്സ് വരുന്നുണ്ട്. മൊത്തത്തിൽ നമുക്ക് ഒരു 15 മുകളിൽ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി 15 കളേഴ്സും ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് അറിയിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ 10 കളറ്, 5 കളറ് അല്ലെങ്കിൽ 5 കളറിൻ്റെ കോംബോ ആയിട്ടായിരിക്കും തരുന്നത്. നമ്മൾ പ്ലാന്റ് സൈസ്, കവർ സൈസ് പ്ലാന്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട്, അയക്കുന്ന സൈസ്. ഇത് നമ്മൾ കളേഴ്സ് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോട്ട് സൈസ് പ്ലാന്റ്സ് കാണിക്കുന്നത് കേട്ടോ. വലിയ വ്യത്യാസമില്ല കവർ സൈസും പോട്ട് സൈസും. നമ്മളിത് പോട്ടിലോട്ട് മാറ്റുമ്പോൾ ഇച്ചിരിയും കൂടി ഒന്ന് ബുഷിയാകുന്നതേ ഉള്ളൂ. കവർ സൈസും ഏകദേശം ഈ ഒരു വലിപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ്, ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ ഷെയ്ഡ്സ്. അപ്പോൾ നിങ്ങൾ ഷെയ്ഡ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അവസാനം വരെ കാണുക കേട്ടോ. നമ്മളെല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റുകളാണ് എല്ലാ കോംബോയ്ക്കും പറയുന്നത്. അത് കേരളത്തിൻ്റെ അകത്തുള്ള റേറ്റാണ് കേട്ടോ. നമുക്ക് കർണാടക, തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ്. ഇതാണ് നമ്മൾ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാം. വിത്ത് ഫ്ലവർ മുട്ടുകളായ നല്ല അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത്. 10 കളേഴ്സ് നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ 800-നും 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 450-ക്കും ആയിരിക്കും അയക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ മേടിക്കാം. പിന്നെ നമ്മൾ മേടിച്ച് കഴിഞ്ഞ് ഈ പ്ലാന്റ്സ് ഇച്ചിരി ഒന്ന് കെയർ ചെയ്ത് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി പേർക്ക് പ്ലാന്റ്സ് പിടിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കവർ സൈസ് പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഓഫർ എല്ലാവർക്കും തന്നെ, പ്ലാന്റ്സ് മേടിക്കുന്ന എല്ലാവർക്കും തന്നെ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. അതിപ്പം ഒരു കോംബോയോ അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്ലാന്റ് ആണെങ്കിലും മേടിച്ചാൽ പോലും നമ്മൾ ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ, വിഷുവൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓഫർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വെക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ഒരു ഓർഡർ കൺഫേം ആക്കുമ്പോഴേ അഡ്രസ്സ് കൂടി ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില സമയം നമ്മൾ പാക്ക് ചെയ്ത് അഡ്രസ്സ് എഴുതാൻ നേരമായിരിക്കും നോക്കുന്നത്. ആ ടൈമിൽ അഡ്രസ്സ് കാണത്തില്ല. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ ഉടനെ തന്നെ അടിയിൽ അഡ്രസ്സും കൂടി ഇടാനായിട്ട്, നമ്മൾ പറഞ്ഞില്ലെങ്കിലും ചിലവരോട് പറയാൻ നമ്മൾ മറന്നു പോകും. പറഞ്ഞില്ലെങ്കിലും അഡ്രസ്സ് ഒന്ന് എടുത്തിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റ് സൈസ് ഇതിൽ കാണിച്ചിട്ടുണ്ട് സെപ്പറേറ്റ്. അപ്പോൾ മിനിമം 3 ബ്രാഞ്ചസ് എങ്കിലും, വലിയ പ്ലാന്റിന് മിനിമം 3 ബ്രാഞ്ചസ് എങ്കിലും ഉറപ്പായിട്ടും ഉണ്ടാവും. 3 ബ്രാഞ്ചസ് അല്ല, ഒരു 6-7 ബ്രാഞ്ചസ് വരെ മിക്ക കളേഴ്സിനും ഉണ്ട് കേട്ടോ. പിന്നെ റെയറായിട്ട് കുറച്ച് വെറൈറ്റി വരുന്നുണ്ട്. അതിനാണ് നമ്മൾ മിനിമം 3 ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അത് ഈ കാണിക്കുന്ന ഇത് കണ്ടില്ലേ, ഓറഞ്ച്, വൈറ്റ്, അതൊക്കെ വളരെ സ്ലോ ഗ്രോത്താണ് കേട്ടോ. അതൊക്കെയാണ് മിനിമം 3 ബ്രാഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം നിങ്ങൾ എല്ലാത്തിനും ഇപ്പം നമ്മൾ 6-7 ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് വീഡിയോയിൽ തന്നെ സെപ്പറേറ്റ് ഒന്ന് എടുത്ത് പറഞ്ഞത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഡബിൾ പെറ്റൽ നാടൻ വയലറ്റ് അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ബ്രാഞ്ചസ് ഒക്കെ ആയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമ്മളിതൊരു പ്ലാന്റ് 150+ കൊറിയർ ചാർജിനായിരിക്കും. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോംബോയുടെ കൂടെ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു കൊറിയർ ചാർജിൽ പ്ലാന്റ് അയക്കുന്നതായിരിക്കും. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നിക്കോഡിയ, അതുപോലെ തന്നെ മരമുല്ല, അതുപോലെ ഓർക്കിഡ് റോസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും വെറൈറ്റിയോടൊപ്പം വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ 150+ കൊറിയർ ചാർജിനായിരിക്കും
നിങ്ങൾക്ക് ഇത് മേടിച്ചാലും ഒരു കട്ടിങ്സൊക്കെ വെച്ച് പെട്ടെന്ന് വേറെ പ്ലാന്റ്സും പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ പണ്ട് നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു കപ്പിൽ റൂട്ടഡ് ആക്കിയ പ്ലാന്റ് പോലും ഈ ഒരു റേറ്റിനാണ് മിക്കവരും കൊടുക്കുന്നത്. അത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് സൈസ് കാണുമ്പോൾ മനസ്സിലാവും, നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത്. ആ പ്ലാന്റ് നമ്മൾ ഇതൊരു 1.5 ആഴ്ചയായിട്ട് പോട്ടിലോട്ട് മാറ്റിയ ഒരു സൈസാണ് നമ്മൾ കാണിക്കുന്നത്. പെട്ടെന്ന് ഗ്രോത്ത് ആവും കേട്ടോ. നമ്മൾ ഒരു കവറിലിരിക്കുന്ന പ്ലാന്റ് പെട്ടെന്ന് ചട്ടിയിലോട്ട് മാറ്റുമ്പോൾ പെട്ടെന്ന് ഗ്രോത്തിന് ഡിഫറൻസ് വരും. അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 5-6 കട്ടിങ്സ് എങ്കിലും എടുക്കാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പ്ലാന്റ്സ് വേണ്ടവരുണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ 150 പ്ലസ് കൊറിയർ ചാർജാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ഇതും ഒത്തിരി പേര് ചോദിക്കുന്നതും ഒത്തിരി പേർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഡാർഫ് വെറൈറ്റി പെൻഡാസ് ആണ് കേട്ടോ. ഹൈറ്റ് വെക്കുന്ന വെറൈറ്റി അല്ല, ഹൈബ്രിഡാണ്. നല്ല ബുഷിയായിട്ട് എല്ലാ സമയവും പൂക്കളുള്ള പ്ലാന്റാണ്. നമ്മൾ പൂക്കളോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഈ കാണുന്ന പ്ലാന്റ് സൈസ് കേട്ടോ, സെയിം പ്ലാന്റ് സൈസ് വിത്ത് ഫ്ലവേഴ്സ്. 5 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൻ്റെ കോംബോ ആയിരിക്കും തരുന്നത്. കൊറിയർ ചാർജ് ഉൾപ്പെടെ 450 ആയിരിക്കും 5 ഷെയ്ഡ്സിന് വരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് ഉള്ളതാണെങ്കിൽ നമുക്കതൊരു ഫോട്ടോ ഇട്ട് തന്നാൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ കോംബോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിപ്പം ഈ വെറൈറ്റി അല്ല, ഏത് വെറൈറ്റി ആണെങ്കിലും നിങ്ങൾക്ക് ഉള്ള വെറൈറ്റിയുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുമ്പോൾ ഇട്ടാൽ നമ്മൾ ആ കളറ് ഒഴിവാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് കോംബോ അയച്ചു തരുന്നത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് നിക്കോഡിയ പ്ലാന്റ് ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. എൻ്റെ പൂക്കൾ കാണിക്കാൻ ഇപ്പോൾ പൂ ഉള്ളതില്ല, അതുകൊണ്ടാണ്. നല്ലൊരു വയലറ്റ് പൂ വരുന്നതാണ്. നിങ്ങൾക്ക് പൂ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി നിക്കോഡിയ. അപ്പോൾ അതിൻ്റെ ഫ്ലവർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് മരമുല്ല എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ. അതും പൂക്കളോട് കൂടിയ പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. മരമുല്ല ഒരു പ്ലാന്റ് നമ്മൾ 120, അതുപോലെ നിക്കോഡിയയും 120ക്കായിരിക്കും ഈ ഒരു സൈസിലെ പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും നിങ്ങൾക്ക് തരുന്നത്. എല്ലാ വെറൈറ്റിയും അങ്ങനെയാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസിൻ്റെ കോംബോയാണ്. ഡയാന്തസ് ഞാൻ സെപ്പറേറ്റ് കളേഴ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഷെയ്ഡ്സ് ഒന്ന് എടുത്ത് കാണിച്ചതാണ്. നമുക്ക് ഇതും നല്ല അടിപൊളിയായിട്ടുള്ള കോംബോയാണ്. 5ഉം 10ഉം കോംബോയാണ് കേട്ടോ വരുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും, വിത്ത് ഫ്ലവർ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. വേണ്ടുന്നവർ നമ്മൾ അവസാനം ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് വാക്സ് ബിഗോണിയയുടെ കോംബോ വരുന്നുണ്ട്. വാക്സ് ബിഗോണിയ കാണുന്നതൊക്കെയാണ് കളേഴ്സ് വരുന്നത്. നമുക്ക് ഗ്രീൻ ലീഫിലും ഡാർക്ക് ലീഫിലുമാണ് ഷെയ്ഡ്സ് വരുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഡാർക്ക് ഷെയ്ഡ് ലീഫ് വരുന്നത്, ഇത് ഗ്രീൻ ഷെയ്ഡ് ലീഫ് വരുന്നത്. അപ്പം അതിൽ തന്നെ പിങ്ക്, വൈറ്റ്, റെഡ് അങ്ങനെയാണ്, ഡബിൾ കളർ അങ്ങനെയാണ് കളേഴ്സ് വരുന്നത്. ഡാർക്ക് ലീഫിലും അങ്ങനെ കളേഴ്സ് വരുന്നുണ്ട്. നമ്മളപ്പം മിക്സ് ചെയ്ത് 5 വെറൈറ്റി കൊറിയർ ചാർജ് ഉൾപ്പെടെ 500-നായിരിക്കും അയക്കുന്നത്. അതും ഈ ഒരു സൈസ് നല്ല പോട്ട് സൈസ് പ്ലാന്റ് കേട്ടോ. അതാണ് ഈ എടുത്തെടുത്ത് പോട്ട് സൈസ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് നാടൻ പെക്ടൂണിയ നമ്മൾ സീഡ്സ് ഇട്ട് പിടിപ്പിച്ച പ്ലാന്റുകളാണ്. അത് ഈ കാണുന്നുണ്ട്. നല്ല ഇപ്രാവശ്യമൊക്കെ ഒത്തിരി നല്ല വയലറ്റ് ഷെയ്ഡൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വയലറ്റ്, അതുപോലെ തന്നെ ബേബി പിങ്ക്, ഡാർക്ക് മജന്ത, അതുപോലെ തന്നെ ബേബി വയലറ്റ്, വൈറ്റിൻ്റെ അകത്തൊരു വയലറ്റ് ഷെയ്ഡ്, അങ്ങനെയൊക്കെ നല്ല അടിപൊളി ഷെയ്ഡ്സാണ് നമ്മൾ. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത്. ഈ ഒരു സൈസ് പരമാവധി വിത്ത് ഫ്ലവർ അല്ലെങ്കിൽ മുട്ടുകളായ പ്ലാന്റ് തന്നെയാണ് പെക്ടൂണിയയുടെ നമ്മൾ അയക്കുന്നത്. ഇതൊക്കെ നല്ലോണം മണ്ണ് വെച്ചിട്ടുമാണ് പാക്ക് ചെയ്യുന്നത്. കിട്ടുന്നവർക്കൊക്കെ അറിയാം, നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത്. അങ്ങനെ കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ നല്ലോണമാണ് പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത് കിട്ടുന്നത്. അത് തന്നെ നമുക്ക് പിന്നെ വീഡിയോ ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് പ്ലാൻസ് തരാനും ഭയങ്കര ഒരു പ്രചോദനം കൂടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 500ഉം 3 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 300ഉമാണ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇത് മേടിച്ചാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് സീഡ്സ് കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ പ്ലാന്റ്സ് കട്ടിങ് വെച്ചാലും പിടിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മൾ സീഡ്സ് ഇട്ടാണ് കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, കട്ടിങ്സ് എടുക്കാറില്ല. ഇനിയിപ്പോൾ കട്ടിങ്സ് വീടുകളിലൊക്കെ വളർത്തുന്നവർ കട്ടിങ്സ് എടുക്കാറുണ്ട്. അപ്പോൾ കട്ടിങ്സൊക്കെ വേണ്ടവർ ഒന്ന് എടുക്കുക. ഇതാണ് കേട്ടോ ഷെയ്ഡ്സ് വരുന്നത്. ആരും സ്ക്രീൻഷോട്ട് ഇട്ട് ഇന്ന കളർ വേണമെന്ന് നമ്മുടെ അടുത്ത് പറയരുത്. അങ്ങനെ അയക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ അയക്കുന്നത് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയായിരിക്കും. ഇപ്പോൾ ചിലവർ നമുക്ക് വയലറ്റ് തന്നെ വേണം, അല്ലെങ്കിൽ മജന്ത തന്നെ, അല്ലെങ്കിൽ സ്റ്റാർ തന്നെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ മിക്കവരും 5 കളറിൻ്റെ കോംബോ ആണ് ചോദിക്കുന്നത്. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ കളർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കോംബോ കൊടുക്കാനായിട്ട് തികയില്ല. അതുകൊണ്ടാണ് പരമാവധി
കളർ സെലക്ട് ചെയ്യരുതെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് മിക്കവർക്കും പിങ്ക് കളർ വീടുകളിലുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് കയ്യിലുള്ള കളേഴ്സ് നമുക്ക് വാട്സപ്പിൽ ഇട്ട് തന്നാൽ അത് ഒഴിവാക്കിയിട്ടായിരിക്കും നമ്മൾ കോംബോ അയച്ചു തരുന്നത്. അപ്പോൾ റേറ്റ് ഒന്നുകൂടി പറയുകയാണ്. 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 500. അതുപോലെ 3 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 300 ആയിരിക്കും നാടൻ പെറ്റൂണിയയുടെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഹൈബ്രിഡ് ഹിബിസ്കസ്, ഹൈബ്രിഡ് ചെമ്പരത്തിയുടെ കോംബോയാണ് വരുന്നത്. കാണുന്നതാണ് പ്ലാൻ സൈസ്. എല്ലാ പ്ലാന്റും ഓരോ കളറിനനുസരിച്ച് പ്ലാൻ സൈസിന് ഡിഫറൻസ് വരുന്നുണ്ട്. റെഡ്, വൈറ്റ് അങ്ങനെയുള്ളതൊക്കെ നല്ലോണം പെട്ടെന്ന് അങ്ങ് ഗ്രോത്ത് ആവും. ഈ യെല്ലോയ്ക്കകത്ത് പ്യുവർ യെല്ലോയ്ക്കകത്ത് വൈറ്റ് അങ്ങനെയുള്ളതൊക്കെ ഇച്ചിരി സ്ലോ ഗ്രോത്താണ്. അതിൻ്റെ ഒരു സൈസ് ഡിഫറൻസ് നമ്മൾ പ്ലാന്റ്സ് അയക്കുമ്പോൾ കാണും. ഇല്ലെങ്കിൽ നോക്കിയാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയക്കുന്നത്. ഈ കാണുന്നതെല്ലാതാണ് ഷെയ്ഡ്സ് വരുന്നത് കേട്ടോ. നമുക്കിത് 5 ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 500, 3 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 300 ആയിരിക്കും റേറ്റ് വരുന്നത്. ഇത് കണ്ടില്ലേ, യെല്ലോയുടെയൊക്കെ പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ. യെല്ലോയുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ഒത്തിരി പേര് മേടിക്കുന്നതാണ് ഹിബിസ്കസ് എന്ന് വെച്ചാൽ. ഇതൊരിക്കലും പോകത്തില്ലാത്ത ഒരു ചെടിയാണ്. ഇപ്പോൾ പൂക്കൾ പോയി കഴിഞ്ഞാൽ പോലും ഇച്ചിരി DAPയോ NPK ഒക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നല്ലോണം ഇലകളായി പൂക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു വെറൈറ്റി. ഇത് മാത്രമല്ല നമുക്ക് ഈ DAP വളങ്ങൾ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് അസീലിയയുടെ കോംബോയാണ്. വിത്ത് ഫ്ലവർ വേണ്ടവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പം വിത്ത് ഫ്ലവർ നമ്മൾ അയക്കുന്നത് ഇച്ചിരി കൂടി വലിയ പ്ലാന്റ് ആണ്, ഈ ഒരു സൈസ് അല്ല. അത് നമ്മൾ സെപ്പറേറ്റ് ഫോട്ടോ ഇട്ട് തരുന്നതായിരിക്കും. ഫ്ലവറോട് കൂടി അല്ലെങ്കിൽ മുട്ടോട് കൂടി വേണ്ട പ്ലാന്റ്, ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ പ്ലാന്റ്സ് മിനിമം ഒരു 2 ബ്രാഞ്ചസൊക്കെയുള്ള ചെറിയ പ്ലാന്റ്. ഇതിന് ഒത്തിരി ഹൈറ്റ് വയ്ക്കുന്ന വെറൈറ്റി അല്ല. അപ്പം 3 നമ്മൾ പ്ലാന്റ് നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ 350 തരുന്നത്. വലിയ പ്ലാന്റ് വേണ്ടവർ അങ്ങനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഒരു പ്ലാന്റ് 250 ഇതിൽ ആ പ്ലാന്റ് സൈസ് നമ്മൾ കാണിച്ചിട്ടില്ല. വലിയ പ്ലാന്റിൻ്റെ അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല വലിപ്പം എന്ന് പറയുമ്പോൾ ഹൈറ്റിനല്ല വ്യത്യാസം, ബ്രാഞ്ചസിനാണ്. ബ്രാഞ്ചസും ഗ്രോത്തിനും ഇച്ചിരിയും കൂടി വ്യത്യാസം കാണും കേട്ടോ. ഇങ്ങനെയാണ് അസീലിയയുടെ കോംബോ നമുക്ക് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡെയ്സിയുടെയാണ് കോംബോ വരുന്നത്. ഈ കാണുന്ന വൈറ്റ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. ഈ കാണുന്ന ഒരു വയലറ്റ് ഷെയ്ഡ്, അതുപോലെ തന്നെ വരുന്നത് പിന്നെ ഒരു പിങ്കാണ്, ഈ ഒരു കാണുന്ന പിങ്ക്. ഇങ്ങനെ 3 ഷെയ്ഡ്സാണ് നമുക്ക് കോംബോയിൽ വരുന്നത്. ഒത്തിരി പേര് മേടിക്കുന്ന ചെടിയാണ് കേട്ടോ. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് വന്ന പ്ലാന്റുകളാണ് നിങ്ങൾക്ക് കോംബോയിൽ തരുന്നത്. പിന്നെ ഈ കാണിക്കുന്ന വെറൈറ്റി നമുക്കിപ്പം നിലവിലില്ല. ജസ്റ്റ് കളർ കാണിക്കാൻ വേണ്ടി ഒരു ന്യൂ കളറാണ്, പുതിയ കളറാണ് കേട്ടോ. 3 കളർ കൊറിയർ ചാർജ് ഉൾപ്പെടെ 250 ആണ് റേറ്റ്. അടുത്തതായിട്ട് നമുക്ക് ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓർക്കിഡ് റോസ് ഈ സെയിം സൈസ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്, അതും ഓൺ റൂട്ടഡ് ആണ്, നാടനാണ് കേട്ടോ. അതുപോലെ ഈ ബേബി പിങ്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ല രസമാണ്, നല്ല കൊലയായിട്ടുണ്ടാവും. നല്ലോണം നമുക്ക് ക്രീപ്പറായിട്ടൊക്കെ കയറ്റി വിടാം. നല്ല കൊലയായിട്ടാണ് എൻ്റെ പൂക്കൾ വരുന്നത്. അതാണ് ജസ്റ്റ് എല്ലാവർക്കും പൂക്കളല്ലെങ്കിൽ മുട്ടുകളായ പ്ലാന്റുകളായിരിക്കും നമ്മൾ അയക്കുന്നത്. ഒരു പ്ലാന്റ് 150+ കൊറിയർ ചാർജ് ആണ്. പിന്നെ ഇതാണ് കേട്ടോ ഡയാന്തസിൻ്റെ, ഞാൻ ജസ്റ്റ് അത് നേരത്തെ കാണിച്ചത് ഒരു കുറച്ച് പ്ലാന്റ് ഇരുന്നതാണ്. ഇതാണ് നമുക്ക് കളർ ഷെയ്ഡ്സൊക്കെ വരുന്നത്. നല്ല അടിപൊളി ഷെയ്ഡ്സാണ് കേട്ടോ. എല്ലാം തന്നെ നല്ല ഷെയ്ഡ്സും വിത്ത് ഫ്ലവർ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ കാണിച്ച എല്ലാ പ്ലാന്റും തന്നെ നമ്മൾ നിക്കോഡിയ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയാൽ എല്ലാം തന്നെ നമ്മൾ വിത്ത് ഫ്ലവറാണ് നിങ്ങൾക്ക് അയക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്ലാന്റുകൾ നമ്മുടെ പൂന്തോട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്കിപ്പം ഇലച്ചെടികളെക്കാട്ടിലും പൂക്കളായി നിൽക്കുന്ന ചെടികൾ കാണുമ്പോൾ പ്രത്യേക ഒരു ഇഷ്ടമല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ പൂക്കളായിട്ട് നിൽക്കുന്ന ചെടികൾക്കൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പം ഈ കോംബോ ഒക്കെ ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾക്ക് ഓഫറും ഉറപ്പായിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന പ്ലാന്റും നമുക്ക് 10 ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 550 ഉള്ളൂ. 5 ഷെയ്ഡ്സ് 300. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു അടിപൊളി കോംബോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും കോംബോയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വീഡിയോയിൽ കോംബോസ് തന്നെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ.